ഡോക്ടർ മെക്കാനിക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് വന്നിരിക്കുന്ന ഒരു ജനറൽ ഇൻഫർമേഷൻ പറയാനായിട്ടാണ്. ആക്ച്വലി ഇത് റിഗാർഡിങ് ജിംനിയാണ്. ജിംനി 5 ഇന്ത്യൻ വേർഷൻ ഇന്ത്യൻ ലോഞ്ചിനെ പറ്റിയാണ്. ഒബ്വിയസ്ലി ഒരു പുതിയ ഡിസൈൻ ആകുമ്പോൾ അതിൻ്റെ നിഗിൾസ് ഉണ്ടാവും നമുക്കറിയാം. മാരുതി ഡെഫിനറ്റ്ലി സുസുക്കി ഒരു ജാപ്പനീസ് ഡിസൈൻഡ് വെഹിക്കിൾ ആയതുകൊണ്ട് തന്നെ ഇത് നിഗിൾസ് കുറവായിരിക്കും എന്നാണ് പൊതുവെ പറയപ്പെടുന്നത്. എന്നിരുന്നാലും ജിംനിയിൽ ഇപ്പം ആദ്യം തൊട്ട് തന്നെ ലോഞ്ച് കഴിഞ്ഞ വാഹനം റോഡിൽ ഇറങ്ങി തുടങ്ങിയപ്പോൾ തൊട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള ചെറിയ ഇഷ്യൂസ് ഉണ്ട്. അതിൽ ഇപ്പോൾ ഒരു സർവീസ് ബുള്ളറ്റിൻ വഴി മാരുതി ആദ്യമായിട്ടൊരു ഇഷ്യൂ അഡ്രസ്സ് ചെയ്തിട്ടുണ്ട്. ഒരു പാർട്ട് റീപ്ലേസ്മെൻറ്റ് വന്നിട്ടുണ്ട്, അതിനെക്കുറിച്ച് പറയാം. അതുപോലെ ഏതൊക്കെ നിഗിൾസ് ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നും കൂടെ പറയാം. ആദ്യം റിപ്പോർട്ട് ചെയ്തതെന്ന് പറഞ്ഞാൽ ഈ അലൈൻമെൻറ്റ് റിലേറ്റഡ്, അതായത് നമ്മുടെ സ്റ്റിയറിങ് സെൻട്രൽ അലൈൻമെൻറ്റിലേക്ക് വരുന്നില്ല എന്നുള്ളൊരു ഇഷ്യൂ ആയിരുന്നു ഫസ്റ്റ് റിപ്പോർട്ട് ചെയ്തത്. അല്ലെങ്കിൽ ഓഫ് സെൻറ്ററായിട്ട് സ്റ്റിയറിങ് ഒരു സൈഡിലേക്ക് മാറുക. അപ്പോൾ പലരും ഫസ്റ്റ് ഫ്യൂ ബാച്ചസിൽ മാത്രമേ അത് കാണുള്ളൂ എന്ന് പറഞ്ഞു. പക്ഷേ ഓൾമോസ്റ്റ് എല്ലാ വെഹിക്കിൾസും കണ്ടിരുന്നു. നോർമൽ സർവീസ് സെൻറ്ററിൽ പോകുമ്പോൾ നെക്സ്റ്റ് ചില ആളുകൾ അത് ഒരു നോർമലൈസ് ചെയ്യാനായിട്ടാണ് ശ്രമിച്ചത്. നോർമലാണ് എന്നുള്ള രീതിയിലാണ്. പക്ഷേ ചില ആളുകൾ അത് പുറത്ത് കൊണ്ടുപോയിട്ട് അതിൻ്റെ സ്റ്റിയറിങ് ആംഗിൾ സെൻസർ റീസെറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ റെഡി ആയതായിട്ടും പറയുന്നുണ്ട്. പക്ഷേ നെക്സയുടെ സ്റ്റാഫുമായിട്ട് സംസാരിക്കുമ്പോൾ, അല്ലെങ്കിൽ ടെക്നിക്കൽ സ്റ്റാഫുമായിട്ട് സംസാരിക്കുമ്പോൾ അവർക്കും ഇതിനെക്കുറിച്ച് ഒരു ഐഡിയ ഇല്ല. അവർക്ക് ഇതിനെക്കുറിച്ച് യാതൊരു ഇൻഫർമേഷനും ഇല്ല എന്നാണ് പറയുന്നത്. സ്റ്റിയറിങ് ആംഗിൾ സെൻസർ റീസെറ്റ് ചെയ്യാൻ പറ്റില്ല അങ്ങനെയൊക്കെയാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. എനിവേ 4 സർവീസ് കഴിഞ്ഞിട്ട് ഇതുവരെ ആ ഇഷ്യൂ അവർ അഡ്രസ്സ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ ഞാൻ കൊടുത്ത ടെക്നിക്കൽ എയ്ഡ്സ് പ്രകാരം അവർ അഡ്രസ്സ് ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടില്ല. അപ്പോൾ അവർ പറയുന്നത് ഒരു 2 ദിവസം എനിക്ക് വേണമെന്നാണ്. അപ്പോൾ ലാസ്റ്റ് സർവീസിൽ ഞാൻ ഒരു 2 ദിവസം ടൈം അവർക്ക് കൊടുത്തു. അപ്പോൾ അവർ അലൈൻമെൻറ്റ് ചെക്ക് ചെയ്ത് ഓൾമോസ്റ്റ് നിയർ ടു സെൻറ്റർ ആക്കിയിട്ട് സ്റ്റിയറിംഗ് തന്നിരുന്നു. സ്റ്റിൽ ആഫ്റ്റർ സം വീക്സ് കുറച്ച് ഒരു ലെസ് ദാൻ 2000-3000 കിലോമീറ്റേഴ്സ് ഓടിക്കഴിഞ്ഞപ്പോൾ തന്നെ അത് വീണ്ടും ഈ പറയുന്ന ഒരു ഫ്യൂ മില്ലിമീറ്റേഴ്സ് ഓഫ് സെൻറ്ററായിട്ട് നിൽക്കുന്നുണ്ട്. അത് ചിലർ പറയുന്നത് വലിയ ഇഷ്യൂ ഇല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ആദ്യമേ വണ്ടിക്ക് ഒരു സൈഡ് പുള്ളിങ് ഉണ്ടായിരുന്നു, ഒരു ലെഫ്റ്റ് സൈഡിലേക്ക് പോകുന്ന ഒരു ഇഷ്യൂ ഉണ്ട്. അത് പലരും റിപ്പോർട്ട് ചെയ്തിട്ടുള്ള സംഭവമാണ്. അലൈൻമെൻറ്റൊക്കെ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നോർമലായിരിക്കും. അപ്പം അത് സ്റ്റിയറിങ് ആംഗിൾ സെൻസറിൻ്റെ ഇഷ്യൂ ആണെന്നാണ് കുറച്ച് ടെക്നിക്കലി അറിവുള്ള ആളുകൾ അഡ്വൈസ് ചെയ്തത്. എനിവേ നെക്സയിലെ, പ്രത്യേകിച്ച് നെക്സയിലെ ആളുകളോട് ചോദിക്കുമ്പോൾ അവർക്ക് അതിനെക്കുറിച്ച് യാതൊരു വിധത്തിലുള്ള ഇൻറ്റിമേഷനും കമ്പനിയിൽ നിന്ന് ഉണ്ടായിട്ടില്ല എന്ന രീതിയിലാണ് അവർ സംസാരിക്കുന്നത്. ഓക്കെ, ലീവ് ഓഫ് സൈഡ്. സെക്കൻഡ് എന്ന് പറഞ്ഞാൽ അത് കുറച്ച് കഴിഞ്ഞിട്ട് പോപ്പപ്പ് ചെയ്ത ഇഷ്യൂ ആണ്. ഒരു 80 km/h എബവ് വണ്ടി പോയി കഴിഞ്ഞിട്ട് ബ്രേക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് സ്റ്റിയറിങ് വൈബ്രേറ്റ് ചെയ്യുന്ന ഒരു ഇഷ്യൂ. അത് ആണിപ്പോൾ സുസുക്കി ഇപ്പോൾ അഡ്രസ്സ് ചെയ്തിരിക്കുന്ന, മാരുതി സുസുക്കി ഇന്ത്യ അഡ്രസ്സ് ചെയ്തിരിക്കുന്ന ഒരു സർവീസ് ബുള്ളറ്റിൻ വന്നിട്ടുണ്ട്. അപ്പം അതിൻ്റെ കമ്പോണൻസ് ഒരു കിങ് പിന്ന് അസേവ് മാറുന്നുണ്ട്. അതുപോലെ തന്നെ ഡിസ്ക് റോട്ടേഴ്സും അവർ ഫ്രീ ഓഫ് കോസ്റ്റ് റീപ്ലേസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് എലിജിബിൾ ആവുന്ന ചില ബാച്ച് നമ്പേഴ്സ് അവർ പറയുന്നുണ്ട്. ഇഫ് ആർക്കെങ്കിലും വേണമെങ്കിൽ എനിക്കൊരു DM ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അത് അയച്ചു തരാം. ഒപ്പം തന്നെ പാർട്ട് നമ്പറും പാർട്സിൻ്റെ ബാക്കി ഡീറ്റെയിൽസും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പം അത് ആണ് ഒഫീഷ്യലി മാരുതി ഒരു സർവീസ് ബുള്ളറ്റിൻ വഴി അഡ്രസ്സ് ചെയ്ത ഇഷ്യൂ എന്ന് പറയുന്നത്. പിന്നെ രണ്ടാമതൊരു ഇഷ്യൂ അഡ്രസ്സ് ചെയ്യപ്പെട്ടു അല്ലെങ്കിൽ ചെയ്യപ്പെടുമെന്ന് പറയപ്പെടുന്നതെന്ന് വെച്ചാൽ നമ്മുടെ റിയർ ഡ്രൈവ് ഷാഫ്റ്റ് ഒരു ക്രോസ് മെമ്പറിൽ, ഷാസിയിൽ ഒരു ക്രോസ് മെമ്പറിൽ ഒരയുന്ന ഒരു ഇഷ്യൂ ആണ്. അത് കുറച്ച് എക്സ്ട്രീം ആയിട്ടുള്ള ഫ്ലെക്സിങ് വരുമ്പോൾ മാത്രമേ ഒരയുള്ളൂ എന്ന് പറയുന്നുണ്ട്. എന്നിരുന്നാലും എല്ലാവർക്കും ആ ഇഷ്യൂ വന്നിട്ടില്ല. കാരണം എല്ലാവരും അത്ര എക്സ്ട്രീമായിട്ട് വണ്ടി ഓഫ് റോഡിന് ഉപയോഗിക്കാത്തതുകൊണ്ടായിരിക്കണം. എന്നാലും അത് പലരും അതൊരു ഡിസൈൻ ഫ്ലോ ആയിട്ട് തന്നെ പറയുന്നുണ്ട്. ഇപ്പോൾ ആദ്യത്തെ ആ വോബ്ലിംഗ് അല്ലെങ്കിൽ സ്റ്റിയറിംഗ് വോബ്ലിംഗ് ഇഷ്യൂ എന്ന് പറയുന്ന അത്ര ഒരു ഡിസൈൻ ഫ്ലോ ആയിട്ട് പറയാൻ പറ്റില്ല. കാരണം പല ഫേമസ് ഓട്ടോമേക്കേഴ്സിൻ്റെ കാറുകളിലും ഈ ഇഷ്യൂ വന്നിട്ടുണ്ട്. മാരുതി അതുകൊണ്ടായിരിക്കണം അത് അവർ ഒഫീഷ്യലി അഡ്രസ്സ് ചെയ്തത്. ബാക്കി ഇഷ്യൂസ് ആഫ്റ്റർ മാർക്കറ്റായിട്ട് ഈ പറയുന്ന ഡ്രൈവ് ഷാഫ്റ്റിൽ വരുന്ന ഈ പറയുന്ന ഒരച്ചിൽ ഒഴിവാക്കാനായിട്ട് ചിലർ വണ്ടി ലിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പ്രോബ്ലം പോകുമെന്ന് പറയുന്നുണ്ട് പലരും. ചിലർ അതിൻ്റെ ഈ ഒരയുന്ന ക്രോസ് മെമ്പർ കുറച്ച് ലിഫ്റ്റ് ചെയ്യാനായിട്ടുള്ള ആഫ്റ്റർ മാർക്കറ്റായിട്ടുള്ള ബുഷുകളും മറ്റ് കണക്ടറുകളൊക്കെ ഇറങ്ങുന്നുണ്ട്. പക്ഷേ അതൊക്കെ എന്തുമാത്രം ലേബിൾ ആവുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ മാരുതിയുടെ ഒഫീഷ്യലായിട്ടുള്ളൊരു കൺഫർമേഷൻ വന്നതിന് ശേഷം മാത്രം അത്തരം കാര്യങ്ങളിലേക്ക് പോവുക. അപ്പം ഇതാണ് മേജറായിട്ടുള്ള 3 ഇഷ്യൂസ് ഫസ്റ്റ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. ഇത് കൂടാതെ തന്നെ ക്ലച്ചിൻ്റെ സ്ലേവ് സിലിണ്ടർ ലീക്ക്, അതുപോലെ തന്നെ സ്റ്റിയറിങ്ങിൻ്റെ ഗിയർ ബോക്സിൽ ലീക്ക്, ഈ 2 സാധനങ്ങളും കൂടെ പല ആളുകളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്.
അപ്പം അത് വരുന്നവരുടെ അത് മാറ്റുക എന്നുള്ളതല്ലാതെ അതും ഈ പറയുന്ന പോലെ ക്ലച്ച് സ്ലേവ് സിലിണ്ടറിൻ്റെ ലീക്കും മാരുതി ഒഫീഷ്യലി അഡ്രസ്സ് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. അത് റിപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർക്കല്ല, അത് ഫ്രീ ഓഫ് കോസ്റ്റ്, അത് മാനുവൽ ജിംനീസിലാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ അത് ഫ്രീ ഓഫ് കോസ്റ്റായിട്ട് അവർ മാറ്റി കൊടുക്കുന്നുണ്ട്. തേർഡ്, ഞാൻ ഈ പറഞ്ഞ സ്റ്റിയറിൻ്റെ ഗിയർ ബോക്സിൻ്റെ ഇഷ്യൂ, അതും ഈ പറയുന്ന പോലെ പോയിൻ്റ് ഔട്ട് ചെയ്യുന്നവർക്ക് അവർ അതിൻ്റെ സീല് മാറ്റി കൊടുക്കുന്നുണ്ട് എന്നാണ് ഞാൻ കേട്ടത്. അപ്പോൾ ഇത്രയും സംഭവങ്ങളുള്ളൂ. അപ്പോൾ ഒഫീഷ്യലി സർവീസ് ബുള്ളറ്റിൻ വഴി മാരുതി അഡ്രസ്സ് ചെയ്ത ഒരു ഇഷ്യൂ മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം ഇൻറ്റേർണലി അവർ അഡ്രസ്സ് ചെയ്യുന്നുണ്ടാവും, ഇല്ലെന്നല്ല. സ്റ്റിൽ ഒരു ഒഫീഷ്യൽ റീകോൾ ഇതുവരെ ഇഷ്യൂ ചെയ്തിട്ടില്ല. റിപ്പോർട്ട് ചെയ്യുന്നവരെ അവരുടെ വണ്ടി ചില സർവീസ് സെൻ്ററുകാർ അവർ വണ്ടി ഓടിച്ചതിന് ശേഷം മാത്രമാണ് അത് മാറ്റി കൊടുക്കുന്നുള്ളൂ. ചിലർ പറയുന്നത് മാറ്റേണ്ട ആവശ്യമില്ലെന്ന് പറയുന്നുണ്ട്. അത് ഒരു പക്ഷേ അവർക്ക് കിട്ടിയിട്ടുള്ള ഈ പറയുന്ന ബാച്ച് നമ്പർ വെച്ചിട്ടായിരിക്കും അവർ പറയുന്നത് നിങ്ങളുടെ വണ്ടി കുഴപ്പമില്ല എന്നുള്ളത്. എന്തായാലും ലേറ്റർ ഡിസൈൻസിൽ അവർ ആ കിങ് പിൻ്റെ അസേ മാറ്റിയിട്ടുണ്ടാകും, കുറച്ച് മോഡിഫൈഡ് ആയിട്ട് ഡിസൈൻ ആയിരിക്കും അവർ വിട്ടിട്ടുണ്ടാവുക. സോ ഇതൊക്കെയാണ് മെയിനായിട്ടുള്ള നിങ്ങൾക്ക് തരാനുള്ള ഇൻഫർമേഷൻ. അപ്പം നിങ്ങൾ ജിംനി യൂസർ ആണെങ്കിൽ ചെക്ക് ചെയ്യുക, ഈ ഇഷ്യൂസൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സർവീസ് സെൻ്ററിൽ പോയി അവരെ ഡിമാൻഡ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.